ഓമനിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ട് വന്നൊരു സ്ഥാപനമായിരുന്നു ഫാക്റ്റിൻ്റെ ഈ അമ്പലമേട് സ്കൂള്. ഏത് വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിച്ചാലും ചാക്കോസാറിനോട് ചോദിച്ചാൽ ഡിക്ഷണറി വേണ്ട, സാർ അതിനകത്ത് സാറിൻ്റെ വായിൽ നിന്ന് അപ്പം തന്നെ ആ വാക്കിൻ്റെ സ്പെല്ലിങ് വരും. സാറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സാർ ഒരു ശുദ്ധ ഗ്രാമീണ ശൈലിയിൽ ജീവിതം കൊണ്ടു നടക്കുന്ന ആളായിരുന്നു. പക്ഷേ അന്നത്തെ പിതാക്കൾക്ക് ഉണ്ടായിരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കുട്ടികൾ ഈ അധ്യാപകരുടെ കയ്യിൽ സുരക്ഷിതരാണ്, അവർ ചെയ്യുന്നതാണ് ശരി എന്നൊരു ബോധം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അത് ആ ടൗൺഷിപ്പിൻ്റെയും കൂടി പ്രത്യേകതയായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം, റിപ്പബ്ലിക് ഡേ ദിനാഘോഷം, ഈ 2 ദിവസവും ശരിക്കും അവിടെ ഒരു ഉത്സവം പോലെയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ NCC, ബാൻഡ്, കമ്പനിയിലെ മറ്റേ CISF എല്ലാം കൂടെ ചേർന്നുള്ള മാർച്ച് പാസ്റ്റും മിഠായി വിതരണം, അതൊക്കെ ഒരു നമുക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. ഏത് സ്കൂളിലെ ലൈബ്രറിയേക്കാളും മനോഹരവും മെച്ചപ്പെട്ടതുമായ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. ആ ലൈബ്രറി കെട്ടിടം അവിടെ ലൈബ്രറി ഇരുന്ന ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ കിടക്കുക. ലേക്കിൻ്റെ അവിടെയുള്ള പമ്പ് ഹൗസ് ഉണ്ടല്ലോ, പമ്പ് ഹൗസിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് സിലിണ്ടറിക്കലാണ് സാർ, സിലിണ്ടറിക്കലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉള്ളിൽ അതിന് വ്യാപ്തം ഉണ്ടാവും. അതിന് ഉള്ളിൽ നിങ്ങൾ അകത്ത് കയറി നോക്ക്. അപ്പം ശരിക്കും 2004 സ്കൂള് നിർത്തി ഞാനൊക്കെ VRS എടുത്ത് പോരുമ്പോൾ എൻ്റെ മോള് 9ാം ക്ലാസ്സിലും മോൻ 3ാം ക്ലാസ്സിലും പഠിക്കുക. എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വല്ലാത്തൊരു ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ സ്കൂളിൻ്റെ അതിലൂടെ പോവുള്ളൂ. കാരണം എനിക്കിത് കാണാനുള്ള കരുത്തില്ല. അവിടെ പഠിച്ച കുട്ടികൾക്കൊക്കെ തിരിച്ചെപ്പോഴെങ്കിലും വരുമ്പോൾ ഈ നമ്മൾ സ്വന്തം തറവാട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതി ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതില്ല. എങ്കിൽ പോലും ഇപ്പോൾ പ്രീത ചാണ്ടി അല്ലെങ്കിൽ ഡോൺ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണക്കിന് 100 ഉണ്ടെങ്കിൽ അവർ ഡോക്ടർമാരൊക്കെ ആയി മാറുക ചെയ്ത്. കാരണം ഞാനൊരു ഗ്രാമത്തിൽ, ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ ലോകത്തെക്കുറിച്ച് എനിക്ക് നല്ലൊരു അറിവ് എന്നത് എൻ്റെ സഹപ്രവർത്തകരാണ്. ആ LP സ്കൂളിൻ്റെ ചാർജ് വഹിച്ചിരുന്നത് ചാക്കോ നെല്ലുവേലി എന്ന് പറയുന്ന സാറായിരുന്നു. പ്രായമുള്ള മനുഷ്യനാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പള്ളിയിലച്ഛൻ്റെ എല്ലാ സ്വഭാവമുള്ള ഒരാളായിരുന്നു. എന്നാൽ കട്ടൻ ചായ ആവാന്നൊക്കെ പറഞ്ഞ് കട്ടൻ ചായ കുടിച്ചങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് സാറ് ഒരു പൊതി എൻ്റെ കയ്യിലേക്ക് തന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നാണ് പഠിച്ചേക്കുന്നത്. അമ്പലമേട് ടൗൺഷിപ്പ് ഇല്ലേ, ആ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിലം പൊത്താൻ പാകത്തിന് അത് ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കാമായിരുന്നു. വലിയൊരു വിഷണറി ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഈ അമ്പലമേട് എന്നാണ് അമ്പലമേട് FICT എന്നുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. 5 ഫേസായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഞാൻ 1983 ആഗസ്റ്റ് മാസത്തിലാണ് FICT അമ്പലമേട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിനവിടെ ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോയിരുന്നു. ഈ സമയത്ത് ആ സ്കൂളിൻ്റെ ആ അന്തരീക്ഷത്തിൽ ആ സ്കൂളൊക്കെ കാണുകയും അവിടുത്തെ കുട്ടികളൊക്കെ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ജോലി എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ ഒരേ ഒരു പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നത്. കുറേ അധികം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ അവിടെ എനിക്ക് ജോലി കിട്ടുകയും ഞാൻ ഈ ഓഗസ്റ്റ് മാസം അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സ്കൂളെന്ന് പറഞ്ഞാൽ സ്കൂൾ കണ്ടു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് FICT സ്കൂൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അമ്പലമേട് സ്കൂൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു കൗതുകം തോന്നും. കാരണം നമ്മുടെ പഴയ രീതിയിലുള്ള 4 കെട്ട് പോലെയൊക്കെ ഉള്ളൊരു കെട്ടിടവും ക്ലാസ് റൂമുകളും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്കൂള്. അതുപോലെ അധ്യാപകർ, സഹപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിചയസമ്പന്നരും വളരെ മിടുക്കന്മാരും അധ്യാപനത്തിൽ വളരെ ശേഷിയുള്ള ആൾക്കാരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹെഡ് മിസ്സസ് എന്ന് പറയുന്നത് പത്മാവതി നായർ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭയായൊരു സ്ത്രീയായിരുന്നു. ആ ടീച്ചർ, പത്മാവതി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ സ്കൂൾ വളരെ നിശബ്ദമാവും. അത്രമാത്രം എന്താ പറയുക, ഒരു കഴിവ്. അത് ഞാൻ വളരെ ചുരുക്കം ആളുകളിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് പേടിയായിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ടീച്ചറോടുള്ള പേടിയല്ല, പക്ഷേ ബഹുമാനം തന്നെയായിരുന്നു എന്നാണ് പിന്നീട് എനിക്ക് വല്ലപ്പോഴും തോന്നാറുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലാകാലങ്ങളായിട്ട് ആ സ്കൂള് വലിയ ഹെഡ് മാസ്റ്റർമാർ ആ സ്കൂളിനെ നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നതാണ്.
കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല സ്കൂളുകളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ആയിട്ട് നമ്മുടെ അമ്പലമേട് സ്കൂൾ വരുമായിരുന്നു. മിക്കവാറും എല്ലാ കൊല്ലം റാങ്ക് ഉണ്ടാവും. ഇതുകൂടാതെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ സംബന്ധിച്ച് പറയുമ്പോൾ ആ അന്തരീക്ഷം ഈ FACT ടൗൺഷിപ്പിൻ്റെ അമ്പലമേട് ടൗൺഷിപ്പിൻ്റെ ആ ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു നല്ല അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഈക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ആ ക്വാർട്ടേഴ്സിനകത്ത് ഉണ്ടായിരുന്നു. കാര്യം നാനാ ജാതി വിഭാഗങ്ങൾ അവിടെ ഉണ്ട്, പല ദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ഈ എംപ്ലോയീസ് അവിടെ ജീവിച്ചിരുന്നത്. അവരുടെ മക്കളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ മെച്ചം കുട്ടികളുണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. അതായത് അന്ന് ഈ SC ST വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിന് പല പ്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈക്വാളിറ്റി, എല്ലാവർക്കും തുല്യമായിട്ടുള്ളത് സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വിശ്രമത്തിനാണെങ്കിലും വിനോദത്തിനാണെങ്കിലുള്ള അവസരം തൊഴിലാളികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫാക്ടറി മാനേജ്മെൻറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആശുപത്രിയുണ്ട്, അതുപോലെ തന്നെ റിക്രിയേഷൻ ക്ലബ്ബ്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മാനേജ്മെൻറ്റ് ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു വല്ലാത്തൊരു ഒരു സംതൃപ്തി അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ കുട്ടികളെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അത് കാരണം മാതാപിതാക്കൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചാണ് കുട്ടികളെ വളർത്തുന്നത്. ആ വിദ്യാഭ്യാസമുണ്ട്, പിന്നെ സംസ്കാരം, സൗഹൃദം, ഇതെല്ലാം അവരുടെ കുട്ടികളെ നന്നാക്കി വളർത്താനായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആ കുട്ടികൾ വളരുകയും എനിക്ക് തോന്നുന്നു അമ്പലമേട് സ്കൂളിൽ അന്ന് പഠിച്ച കുട്ടികളിൽ ഒരു 90% കുട്ടികളും വളരെ ഉയർന്ന നിലയിൽ ഉദ്യോഗങ്ങളൊക്കെ വഹിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യ രാജ്യത്തും പുറത്തുകൊണ്ട് ഒത്തിരി പേര്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അങ്ങനെ ഇഷ്ടംമാതിരി ആളുകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സ്കൂളിൻ്റെ മഹത്വമാണ്, മാത്രമല്ല ഫാക്ട് ടൗൺഷിപ്പിൻ്റെ മഹത്വമാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നാ വെച്ചാൽ ഈ കുഴിക്കാട് ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതുവരെ കണ്ടൊരു ലോകമായിരിക്കില്ല നമ്മൾ കാണുക. വേറൊരു ലോകമാണ് അവിടെ എന്ന് പറഞ്ഞാൽ പച്ചപ്പ്, മരങ്ങൾ, അതിനിടയ്ക്ക് ക്വാർട്ടേഴ്സുകൾ, സ്കൂളിൻ്റെ വലിയ ഗ്രൗണ്ട്, ആശുപത്രി, ഹോസ്പിറ്റൽ, അങ്ങനെ പിന്നെ ഇതിനേക്കാൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്പലമേട് തടാകത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നമ്മൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും. അത്രയ്ക്ക് മനോഹരമായ ഒരു തടാകമാണ്. അത് ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയ തടാകമാണെങ്കിലും കൃത്രിമ തടാകമാണെങ്കിലും അതിന് ചുറ്റും ഒരു വട്ടം നടന്നു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ വൈകുന്നേരം ചിലപ്പോൾ ഇങ്ങനെ അതിന് ചുറ്റും നടക്കും. അപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു മാനസിക ഉല്ലാസം കിട്ടുന്നൊരു സ്ഥലമായിട്ട് അമ്പലമേട് ആ പ്രദേശം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ അധ്യാപകർ, സഹപ്രവർത്തകർ എല്ലാവരും വളരെ കഴിവുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ ചിത്രകലയിൽ വളരെ അഗ്രഗണ്യനായ ജോസഫ് സാറ്, അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ആ മേഖലയിൽ കുട്ടികൾക്ക് വളരെ നല്ല പരിശീലനം കൊടുത്ത സതീശ് സാറ്, കവിയായ പാട്യം വിശ്വനാഥ്, സാഹിത്യകാരനായ വേലായം സാറ്, അങ്ങനെ ഒത്തിരി ആളുകൾ അവിടെ നല്ല ഒരു സൗഹൃദം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ P. കുഞ്ഞിരാമൻ നായരുടെ മകൻ V. രവീന്ദ്രൻ നായർ, അദ്ദേഹം അവിടുത്തെ ഹിന്ദി അധ്യാപകനായിരുന്നു. എൻ്റെ അച്ഛൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്ന വേറൊരാളാണ് ഈ രവീന്ദ്രൻ സാറ്. അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ശ്രീ P. മാത്യു എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററിയുടെ സാറുണ്ട്. പിന്നെ അദ്ദേഹം പിന്നീട് അവിടെ ഹെഡ്മാസ്റ്ററായിട്ടുണ്ട്. അതുപോലെ KJ ലൂക്കാച്ചൻ എന്ന് പറയുന്ന സാർ, അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ സത്യത്തിൽ ഇത്രയും മനോഹരമായിട്ട് ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട് എഴുതുന്ന ഒരു സാറിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏറ്റവും ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായ ഇംഗ്ലീഷ് വാക്യങ്ങൾ സാറിങ്ങനെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യണം കാണുമ്പോൾ എനിക്ക് വളരെ അസൂയ തോന്നിയിട്ടുണ്ട്. അതുപോലെ ജോൺ സാറ്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വളരെ വളരെ മിടുക്കനായിട്ടുള്ള ജോൺ സാറ്, അതുപോലെ PC ചാക്കോ സാറ്, ഇവരെല്ലാം ഇംഗ്ലീഷ് വിഭാഗത്തിന് വളരെ നേട്ടം ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരാണ്. പിന്നെ ഗണിതശാസ്ത്ര വിഭാഗത്തിലാണെങ്കിൽ ഞാൻ, എൻ്റെ കൂടെ സീനിയേഴ്സായിട്ട് ലക്ഷ്മി ടീച്ചറുണ്ടായിരുന്നു, ഇന്ദിര ടീച്ചറുണ്ടായിരുന്നു, സാവിത്രി അമ്മ ടീച്ചറുണ്ടായിരുന്നു, രാജമ്മ ടീച്ചറുണ്ടായിരുന്നു. രാജമ്മ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എന്നെയൊക്കെ അവിടെ എന്താ പറയുക, വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചൊരു സഹോദരിയെ പോലെ, അതായത് മൂത്ത സഹോദരിയെ പോലെ കൊണ്ടു കിടന്ന ആളാണ് രാമ ടീച്ചർ ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എല്ലാ അധ്യാപകർക്കും, അതേപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ മാതാപിതാക്കൾക്കും ഒരേപോലെ സഹോദരിയായിട്ടും അമ്മയായിട്ടും കൂട്ടുകാരിയായിട്ടൊക്കെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് വിക്ടോറിയ ടീച്ചർ എന്ന് പറയുന്ന നഴ്സറി ടീച്ചർ. വിക്ടോറിയ ടീച്ചറുടെ മുഖം കാണുമ്പോഴും സംസാരം കേൾക്കുമ്പോഴുമൊക്കെ എനിക്ക് സത്യത്തിൽ
വളരെ സന്തോഷം തോന്നാറുണ്ട്. എന്തെങ്കിലും നമുക്ക് വിഷമമുണ്ടെങ്കിൽ വിക്ടോറിയ ടീച്ചറിൻ്റെ അടുത്തുനിന്ന് പോയാൽ മതി. അപ്പോൾ ടീച്ചർ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോഴേക്കും നമ്മുടെ ആ വിഷമം മാറും. അതുപോലെ മേരിമാതി ടീച്ചർ വളരെ പ്രഗത്ഭയായ ബയോളജി അധ്യാപികയായിരുന്നു. സൂസി ചെറിയാൻ എന്ന് പറയുന്ന ടീച്ചർ വളരെ പ്രഗത്ഭയായ ബയോളജി അധ്യാപികയായിരുന്നു. അതിന് ഒത്തിരി ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ മേരിമാതി ടീച്ചർ ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇവിടെ അതുപോലെ തന്നെ ജയലക്ഷ്മി ടീച്ചർ എന്ന് പറയുന്നൊരു ടീച്ചറുണ്ടായിരുന്നു. കെമിസ്ട്രി ഇത്രയും ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നൊരു ടീച്ചറെ ഞാൻ വേറെ കണ്ടിട്ടില്ല. കുട്ടികൾ അത് കാരണം ജയലക്ഷ്മി ടീച്ചർ ഒരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ പഠിപ്പിക്കുന്ന ഭാഗം അന്ന് പഠിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ വീട്ടിൽ പോയി വായിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു ജയലക്ഷ്മി ടീച്ചർ. ജയലക്ഷ്മി ടീച്ചർ നമ്മുടെ കൂടെ ഇല്ല. ടീച്ചർ നമ്മൾ വിട്ടുപോയി. ടീച്ചർ ശരിക്കും അകാലത്തിൽ വിട്ടുപോയി എന്ന് തന്നെ പറയണം. പിന്നെ കെ.പി. വിശ്വനാഥൻ എന്ന് പറയുന്ന പാട്യം വിശ്വനാഥൻ എന്ന കവി, അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ അധ്യാപകനായിരുന്നു. എൻ്റെ അടുത്ത സഹപ്രവർത്തനാണ്. അദ്ദേഹം ഇപ്പോൾ തലശ്ശേരിയിലുണ്ട്, വിശ്രമ ജീവിതം നയിക്കുന്നു. അതുപോലെ ഫിസിക്സിൽ ഇത്രയും അഗ്രഹണ്യനായ ഒരു അധ്യാപകനെ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഫിസിക്സൊക്കെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ എന്താ പറയുക, ഫിസിക്സ് ഒരു സംഗീതം പോലെ തോന്നുന്ന വിധത്തിൽ പഠിപ്പിക്കുന്ന ആളായിരുന്നു ഗോപാലകൃഷ്ണപിള്ള സാറ്. അദ്ദേഹം പ്രായത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും തൃപ്പൂണിത്തുറ തന്നെ താമസിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടെ കണ്ടിരുന്നു. അതുപോലെ സതീശ് സാറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പോർട്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്കൂളിൽ എപ്പോഴും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ മത്സരങ്ങളിൽ എപ്പോഴും പ്രൈസ് മേടിക്കാറുണ്ട്. റണ്ണറപ്പോ അല്ലെങ്കിൽ ഓവറോളൊക്കെ ആയിട്ട് നമ്മൾ അദ്ദേഹം കുട്ടികളുമായിട്ട് വരണ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ആരാധനയോടെ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം പ്രായത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും തൃപ്പൂണിത്തുറ സസുഖം ജീവിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ഞാനും എൻ്റെ കൂടെ പി സി ചാക്കോ സാർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പഠിച്ച ഇംഗ്ലീഷിൻ്റെ അധ്യാപകൻ. ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിലൊക്കെ ഇത്രയും കൃത്യം, ഏത് വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിച്ചാലും ചാക്കോ സാറിനോട് ചോദിച്ചാൽ ഡിക്ഷണറി വേണ്ട, സാർ അതിനകത്ത് സാറിൻ്റെ വായിൽ നിന്ന് അപ്പം തന്നെ ആ വാക്കിൻ്റെ സ്പെല്ലിങ് വരും. അത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അദ്ദേഹം ആരോഗ്യവാനായിട്ട് പുത്തൻകുരിശിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ വേലായുധ സാറിനെ കുറിച്ച് പറയണം. അതാണ് രണ്ടാമത്തെ കാര്യം. വേലായുധ സാർ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലെ മലയാള അധ്യാപകരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള അധ്യാപകനായിരുന്നു. അദ്ദേഹം കവിയാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകാരനാണ്, അതോടൊപ്പം പ്രഭാഷകനുമായിരുന്നു. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് വിഭാഗത്തിൽ. ഡോക്ടർ സുജ എന്ന പേര്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഡോക്ടർ സജീവ് ഒരു പ്രകൃതി സംരക്ഷണ തൽപരനായ ഒരാളാണ്. ഇനി എടുത്തു പറയേണ്ട രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. അതൊന്ന്, കുട്ടികൾക്ക് ഈ ക്യാരക്ടർ, അതുപോലെ തന്നെ അവരുടെ ഒത്തൊരുമ, കൂട്ടായ്മ, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. അതിപ്പോൾ സ്കൗട്ട്, ഗൈഡ്സ്. പ്രസിഡൻറ്റ് സ്കൗട്ട് ആയിട്ടും പ്രസിഡൻറ്റ് ഗൈഡ്സായിട്ടും ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിറകെ പ്രവർത്തിച്ച രണ്ട് പേരുണ്ട്, ശ്രീദേവി ടീച്ചറും മത്തായി സാറും ശ്രീദേവി ടീച്ചറും ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബം നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ കുട്ടികളെ നോക്കുകയും സ്കൗട്ടിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവരെ ക്യാമ്പിന് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല മെച്ചം നമ്മുടെ കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. അവരുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ കൂട്ടായ പ്രവർത്തനത്തിനും അതുപോലെ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർ. അങ്ങനെ സ്പോർട്സ് ഫീൽഡിൽ ഞാൻ പറഞ്ഞല്ലോ, സൗമിനി സ്നേഹി എന്ന് പറഞ്ഞ വേറൊരു ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു. അവരാണെങ്കിലും കുട്ടികൾക്ക് നല്ല നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ എല്ലാ കൊല്ലവും നമ്മുടെ ഈ അമ്പലമേട് സ്കൂളിൽ നിന്ന് ഈ ജില്ലാ തലത്തിലാണെങ്കിൽ സബ് ജില്ലാ തലം മുതൽ മുകളിലോട്ട് സ്റ്റേറ്റ് തലം വരെ യൂത്ത് ഫെസ്റ്റിവലിന് നമുക്ക് സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. ഈ സമ്മാനങ്ങളെല്ലാം നേടിക്കൊടുക്കുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ തന്നെ കൂട്ടായ പ്രവർത്തനം കൊണ്ടായിരുന്നു. അതിന് പുറത്തുനിന്ന് ആരും തന്നെ നമ്മൾ കൊണ്ടുവരാറില്ല. പിന്നെ ആകപ്പാട് കൂടി നമ്മൾ കൊണ്ടുവരുന്നത് അവിടെ ഈ ഡാൻസിന് മാത്രം ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരാളെ കൊണ്ടുവരും. ബാക്കിയെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നമുക്ക് അറിയപ്പെടുന്നൊരു ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഈ മാർട്ടിൻ ഡി സിൽവ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് അന്ന് ബാൻഡ് മാഷായിട്ട് ജോലി ചെയ്തുകൊണ്ട്. അദ്ദേഹം ഇപ്പോഴും ഫീൽഡിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം രാജഗിരി സ്കൂളിലോ രാജഗിരി ക്രിസ്തു ജയന്തി സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ടീം സമ്മാനം വാങ്ങിച്ചായിട്ട് സബ് ജില്ലാ തലത്തിലാണെന്ന് തോന്നുന്നു സമ്മാനം വാങ്ങിയതായിട്ട് ഫോട്ടോ ഞാൻ കാണുകയുണ്ടായി. അല്ല, CBSE കലോത്സവത്തിലാണ് സമ്മാനം വാങ്ങിയത്, ഞാൻ കാണുകയുണ്ടായി. അതുപോലെ രാധാമണി ടീച്ചർ ബയോളജി വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. രാധാമണി ടീച്ചറുണ്ടായിരുന്നു, സൂസി ടീച്ചർ.
സൂസി ടീച്ചർ ബയോളജി മാത്രമല്ല എല്ലാ കാര്യത്തിലും ഓടി നടന്ന് നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും. ഇപ്പോൾ ടൂറിനൊക്കെ പോവുകയാണെങ്കിൽ സൂസി ടീച്ചറൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് പാടും, കവിത ചൊല്ലും. കുട്ടികളൊക്കെ ടൂറൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കൊല്ലവും ഡൽഹിക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് പല വട്ടം. അതായത് എല്ലാ വിധത്തിലും ഈ കുട്ടികളുടെ സർഗ്ഗശേഷിയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു കാലത്ത് ഫാക്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പയ്യെ ഈ സിനാരിയോ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫാക്ട് പയ്യെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്കൂളിനോടുള്ള ശ്രദ്ധ ഫാക്ട് മാനേജ്മെൻറ്റ് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ കുറഞ്ഞ് അവഗണിച്ചു എന്ന് ഞാൻ പറയില്ല. അവസാന സമയം വരെ സ്കൂളിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ 2004 ആയപ്പോഴേക്കും ഈ സ്കൂൾ ഔട്ട്സോഴ്സ് ചെയ്തു. അധ്യാപകരൊക്കെ VRS എടുത്ത് തിരിച്ചു പോയി. അപ്പോൾ അന്ന് VRS എടുത്ത് തിരിച്ചു വന്നതിൽ ചെറുപ്പക്കാരായ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും 2-3 വർഷമൊക്കെ സർവീസുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ മലയാള അധ്യാപകൻ എന്ന കൈമൾ സാർ, അദ്ദേഹം മലയാള അധ്യാപകൻ എന്ന കൈമൾ സാറിനെ പോലുള്ള കുറച്ച് ആൾക്കാർ, അവർ കൈമൾ സാറ്, വിശ്വനാഥ് സാർ, അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ 3-4 വർഷത്തെ സർവീസ് മാത്രം ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരാണ്. കൈമൾ സാറൊക്കെ എന്ന് വെച്ചാൽ കൈമൾ സാറ് എടുത്തു പറയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കേട്ടോ. അദ്ദേഹം മലയാളത്തിലൊരു അഗ്രഗണ്യനായിരുന്നു. മലയാളം പഠിപ്പിക്കാനാണെങ്കിലും ശ്ലോകം ചെല്ലാനാണെങ്കിലും ഒക്കെ അദ്ദേഹം വളരെ കഴിവുള്ള ആളായിരുന്നു. ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ട വേറൊരു സഹപ്രവർത്തനാണ് സിരേഖ് പി മാത്യു എന്നറിയപ്പെടുന്ന സിരേഖ് സാറ്. ഞങ്ങളൊക്കെ സിരേഖ് സാർ എന്നാണ് പറയുക. സാറ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെയൊക്കെ അടുത്ത് വരും, എന്തെങ്കിലും തമാശ പറയും, പോവുകയും ചെയ്യും. ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ അകലെ നിന്ന് കേട്ട് നിന്നിട്ടുണ്ട്. കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒന്നാമത് സാറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സാർ ഒരു ശുദ്ധ ഗ്രാമീണ ശൈലിയിൽ ജീവിതം കൊണ്ടു നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടും, വഴക്ക് പറയും, അതേസമയം സ്നേഹിക്കുകയും ചെയ്യും. അത് കുട്ടികളെ ആയാലും സഹപ്രവർത്തകരെ ആയാലും ആരെയായാലും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സാറ് അവരറിയാതെ തന്നെ ആ ആവശ്യം നടത്തി കൊടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. നല്ലൊരു ഹിസ്റ്ററി സാറായിരുന്നു. അദ്ദേഹം ഇന്നൊരു പുസ്തകം കൊണ്ട് ക്ലാസ്സിൽ പോകണേ ഞാൻ കണ്ടിട്ടില്ല. കൈയും വീശി ക്ലാസ്സിലേക്ക് പോവുക. കാരണം അത്രയ്ക്ക് ഓർമ്മശക്തി ഉണ്ട് അദ്ദേഹത്തിന്. അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട് ഹിസ്റ്ററിയിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് ഹിസ്റ്ററിയിൽ 100-ൽ 100 വാങ്ങിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അതാണ് തമാശ. ആ പേപ്പറിനൊക്കെ 100-ൽ 100 മാർക്കും കിട്ടും. സാർ അങ്ങനെയാണ് പഠിപ്പിക്കുക. പഠിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ സാറിൻ്റെ സ്വഭാവം ഒന്ന് മാറും. പക്ഷേ എന്ന് വിചാരിച്ച് പഠിക്കാത്ത ചിലപ്പോൾ ഇമ്പോസിഷൻ എഴുതിക്കും, ചിലപ്പോൾ വഴക്ക് പറയും. പിന്നെ തല്ലൽ കുറവായിരുന്നു പൊതുവെ. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. എല്ലാവരോടും ഞങ്ങളോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ സാർ ഈ പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു പരിക്കണ സ്വഭാവം സാറിൻ്റെ ഉള്ളിൽ മനസ്സിലുണ്ട്. അത് എന്തിനാ പരിക്കണ സ്വഭാവം വെച്ചേക്കണേന്ന് വെച്ചാൽ സാറ് പരിക്കനാണെന്ന് എല്ലാവർക്കും തോന്നിപ്പിക്കാൻ വേണ്ടി സാറ് മനഃപൂർവ്വം ചെയ്ത പോലെയാണ് എനിക്ക് അവസാനമൊക്കെ തോന്നിയിട്ടുള്ളത്. കാരണം കൂടുതലും നമ്മൾ അങ്ങോട്ട് ഇത് സാറിനൊരു നമ്മളെ തോന്നിപ്പിക്കും, ഞാനൊരു പരുക്കനാണ്, ഞാൻ കരുത്തനായ മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ സാർ അങ്ങനെയൊന്നും അറിഞ്ഞില്ല. സാറ് വളരെ ശുദ്ധനായൊരു മനുഷ്യനായിരുന്നു. സാറ് നമ്മളെ കൂടെ ഇല്ല. അദ്ദേഹം ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. പിന്നെ ഈ സുരേഷ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പോഴും എനിക്കൊരു ഓർമ്മയുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ അധ്യാപകരുടെ എന്ത് കാര്യം വന്നാലും മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയി അത് സാധിച്ചുകൊണ്ട് വരാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ പലരും പറയും ഈ സിരിയസ് സാർ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് സ്കൂളിൻ്റെ ട്രാൻസ്ഫർ വന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളൊന്നും അവിടെ നിന്ന് പോരേണ്ടി വരില്ലായിരുന്നു എന്ന് ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞങ്ങൾ കൂടുമ്പോൾ. അങ്ങനെ അദ്ദേഹത്തിനൊരു കഴിവുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം ഒരു തന്ത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സിലേക്കൊക്കെ ഞങ്ങളെ ഇവിടുന്ന് നയിച്ചുകൊണ്ട് പോകുന്നത് സിരീസ് സാറാണ്. സിരീസ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളന്ന് ആദ്യകാലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹമായിരിക്കും മിക്കവാറും അവിടെ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി സംസാരിക്കുക. അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു കേട്ടോ, നല്ല പ്രാസംഗികനായിരുന്നു, അധ്യാപകനായിരുന്നു. പിന്നെ ഒരിക്കലും ഏതോ ഒരു വർഷം സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പേപ്പർ അത് സാറാണ് പഠിപ്പിച്ചത് പിള്ളേരെ. സ്പെഷ്യൽ ഇംഗ്ലീഷ് കുറച്ച് കട്ടിയായിരുന്നു. വേറെ ഇംഗ്ലീഷ് അധ്യാപകരായിരുന്നു തന്നെ എന്തോ ഒന്ന് തള്ളിയിട്ടപ്പോൾ സാറ് പറഞ്ഞു ഞാൻ എടുത്തോളാം. ആ കുട്ടിക്ക് വളരെ നല്ല മാർക്ക് കിട്ടിയെന്ന് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാറാണ് അദ്ദേഹം. നമ്മളെ വിട്ടുപിരിഞ്ഞു.
അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ആളെന്ന് പറയണ്ട. കാരണം എന്താ വെച്ചാൽ 60 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചാൽ യാതൊരു ദുശ്ശീലങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കില്ല, മുറുക്കില്ല, പൊടി വലിക്കില്ല, മദ്യപിക്കില്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. മദ്യപാനമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ ആ കൂട്ടുകെട്ട് ഞങ്ങൾക്ക് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഒട്ടും കിട്ടിയില്ല. അദ്ദേഹം ഹെഡ് മാസ്റ്ററായിരുന്ന കാലത്ത് ഒരു പക്ഷേ നല്ലൊരു സുവർണ്ണ കാലഘട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അമ്പലമ്പള്ളി സ്കൂളിൻ്റെ. ഈ പൂർവ്വ സൂരികൾ എന്താണോ ചെയ്തത് അതിനെ കുറച്ചുകൂടെ പരിപുഷ്ടിയോടുകൂടി കൊണ്ടു നടക്കാനായിട്ട് സീരിയസ് സാറിന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും ആദ്യത്തെ ഹെഡ് മാസ്റ്റർ മുതൽ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കെ എബ്രഹാം എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ട് അദ്ദേഹമായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. പിന്നെ പത്മാവതി ടീച്ചർ, അതിനുശേഷം ലൂക്കോച്ചൻ സാർ മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സീരിയസ് സാർ വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള തന്നെ മുൻഗാമികൾ ചെയ്തതുപോലെയൊക്കെ തന്നെയും അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചൊക്കെ മെച്ചപ്പെട്ട സ്കൂൾ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പം ഞാനൊക്കെ ഒരു 3-4 വർഷം ജോലി ചെയ്ത് 3-4 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ് പുതിയ ഒരു കൂട്ട അധ്യാപകർ സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ അതിൽ ബി ആനന്ദശങ്കർ ഫിസിക്സ്, എൻ ജോർജ് കെമിസ്ട്രി, ലിസി ചെറിയാൻ ഇംഗ്ലീഷ്, വി ജെ സെലിൻ മലയാളം, സോഫി കെമിസ്ട്രി, അങ്ങനെ ഒരു കൂട്ടം അധ്യാപകർ വന്നു. അപ്പോൾ അവരോട് വന്നതോടുകൂടി നമുക്ക് ആ ചെറുപ്പക്കാർ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിന് ആ കുട്ടികളായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ കുറച്ചും കൂടി ഒരു പുരോഗതി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിഷയം. കാരണം കുറച്ച് ആൾക്കാരപ്പം പ്രായമായി കുറച്ചൊന്ന് നിന്നെങ്കിലും അപ്പോൾ ഈ ചെറുപ്പക്കാരായ അധ്യാപകർക്ക് കുറച്ചുകൂടെ പിള്ളേരുമായിട്ട് കൂടുതൽ ഇടപഴകാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെയൊക്കെ കൂടെ എനിക്ക് വലിയൊരു സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ആനന്ദശങ്കർ, ജോർജ് മുതലായ ആൾക്കാരുമൊക്കെ. ശരിക്കും ഈ കുട്ടികളുടെ ആ ഇന്നസെൻസ് എനിക്ക് പലവട്ടം ഫീൽ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ട് അതിലേറ്റവും എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങിയിരിക്കുന്നൊരു കാര്യമുണ്ട്. അന്ന് ഞങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LP-യിൽ ഒരു ക്ലാസ് ഉണ്ടാവും, UP-യിൽ ഒരു ക്ലാസ് ഉണ്ടാവും, ഹൈസ്കൂളിലൊരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ ഞാനൊരു 3-ാം ക്ലാസ്സിൽ പോവുകയാണ്. 3-ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ അന്ന് എൻ്റെ ക്ലാസ് അല്ല അത്, വേറൊരു ടീച്ചർ വരാത്തത് കൊണ്ട് ഞാൻ ആ ക്ലാസ്സിൽ പോയേക്കാണ്. ആ ക്ലാസ്സിൽ അപ്പം ഞാൻ എന്തൊക്കെയോ കുറച്ച് പറഞ്ഞതിന് ശേഷം അവരൊന്ന് വെറുതെ ഫ്രീ ആയിട്ട് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റിങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ അന്ന് ഞങ്ങൾ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മിക്സ് ചെയ്താൽ എടുത്തുക ചെറിയ ക്ലാസ്സുകളിലൊക്കെ. അതിങ്ങനെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ മിക്സ് ചെയ്താൽ ഇരിക്കുക പതിവ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ അന്ന് ഈ നിക്കർ അതായത് ഷോർട്ട്സ് അതാണ് ഇടുന്നത്. അപ്പം ഇന്നത്തെ പോലെ സിബ് അങ്ങനെ അത്ര പ്രചാരത്തിലായിട്ടില്ല. അവിടെ ബട്ടൺസാണ് സാറിന് പതിവ്. അപ്പോൾ ഒരു കുട്ടിയുടെ അടുത്തൊടുങ്ങി ചെന്നപ്പോഴേക്കും അവൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടി അവനെ തോണ്ടിയിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു, എടാ സാറ് കാണും, അപ്പോൾ ആ ബട്ടൺസ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് വളരെ കൗതുകം തോന്നി. ഏതൊരു പെൺകുട്ടി ഈ ഇങ്ങനെ സ്വന്തം സഹോദരനെ പോലെ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം അതുപോലെ തന്നെ സങ്കടവും തോന്നും. കാരണം ഇന്ന് ആ സിനാരിയോ കുറച്ചധികം മാറിപ്പോയ പോലെ എനിക്ക് പല മേഖലകളിലും തോന്നാറുണ്ട്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലെ ആളുകളെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഓടിയെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം ആനന്ദശങ്കറായാലും, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പക്കാരുടെ ഒരു നിര വന്നെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ആനന്ദശങ്കറായാലും ഗോപാലകൃഷ്ണ സാറാണെങ്കിലും എന്ത് ചെറിയ ആവശ്യം വന്നു കഴിഞ്ഞാലും അവർ ഓടിയെത്തി നമ്മളെ സഹായിക്കുകയും ചെയ്യും. തിരിച്ചും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു ഔചിത്യമുള്ള ആൾക്കാരായിരുന്നു. അതായത് ഒരു നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമാണ് എല്ലാവരും അങ്ങോട്ടും പെരുമാറിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജയലക്ഷ്മി ടീച്ചറുടെ കാര്യം ആദ്യം പറഞ്ഞല്ലോ. എൻ്റെ മകനുണ്ടായി കഴിഞ്ഞപ്പോൾ അത് തൃപ്പൂണിത്തുറ വർമ്മ ഹോസ്പിറ്റലിലാണ് ഉണ്ടായത്. അപ്പോൾ 3-4 ദിവസം ഞങ്ങളവിടെ ഞങ്ങൾക്ക് 2-3 ദിവസം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ടീച്ചറാണ് എനിക്ക് കാലത്തെ കപ്പി, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം ചോറ്, ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരിക. ടീച്ചറുടെ ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവരെല്ലാം. ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഉത്തരം പറയാറുണ്ട്. ഞാൻ പൊതുവെ ഇത്തിരി ദേഷ്യം കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അപ്പോൾ
ഇപ്പോൾ ചില പിള്ളേരൊക്കെ എന്തെങ്കിലും ശാലം പഠിച്ചില്ല എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് ശാസിക്കുകയോ വഴക്കുകയോ ചിലപ്പോൾ ഒരടിയോ രണ്ടടിയോ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, പല അധ്യാപകരും വിദ്യാർത്ഥികളെ ശാസിക്കുകയും പിന്നെ അവരെയൊക്കെ ചെറിയ രീതിയിൽ പണിഷ്മെൻ്റ് എന്നുള്ള അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നൊരു പുതുമയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല, അത് സാധാരണ സംഭവിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അടി കൊണ്ട കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹം ഈ അടി കൊണ്ട കുട്ടികൾക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുട്ടി ഇവിടെ വന്നു, രണ്ട് മൂന്ന് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു. അവരോട് വന്നു കഴിഞ്ഞിട്ട് സാറ് എനിക്കിട്ട് ഒരു ദിവസം 4 അടി തന്നു. എന്നെ അന്വേഷിച്ച് വരികയാണ്, മദ്രാസിലും കണ്ട് ജോലി ചെയ്യുന്ന കുട്ടി, എന്നെ അന്വേഷിച്ച് 4 അടി തന്നു. അപ്പോൾ ഞാൻ 4 തരാൻ വഴിയില്ല, 2 തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ ആ സിനാരിയൊക്കെ മാറിപ്പോയിട്ട്, ഇന്നിപ്പോൾ അങ്ങനെ കുട്ടികളെ ശാസിക്കാനോ വഴക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം പക്ഷേ അന്നത്തെ പിതാക്കൾക്കുണ്ടായിരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കുട്ടികൾ ഈ അധ്യാപകരുടെ കയ്യിൽ സുരക്ഷിതരാണ്, അവർ ചെയ്യുന്നതാണ് ശരി എന്നൊരു ബോധം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അത് ആ ടൗൺഷിപ്പിൻ്റെയും കൂടി പ്രത്യേകതയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. FACT അമ്പലമേട് സ്കൂളിൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ തിളക്കമുള്ള ഓർമ്മയായിട്ട് നിൽക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം, റിപ്പബ്ലിക് ഡേ ദിനാഘോഷം, ഈ 2 ദിവസവും ശരിക്കും അവിടെ ഒരു ഉത്സവം പോലെയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ NCC, ബാൻഡ്, കമ്പനിയിലെ മറ്റേ CISF എല്ലാം കൂടെ ചേർന്നുള്ള മാർച്ച് പാസ്റ്റും മിഠായി വിതരണം, അതൊക്കെ ഒരു നമുക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ അധ്യാപകർ ഓടി നടക്കുന്നതും അനൗൺസ്മെൻറ്റൊക്കെ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ജോൺ സാറാണ് മിക്കവാറും അനൗൺസ്മെൻറ്റ് നടത്താറ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ അനൗൺസ്മെൻറ്റൊന്നും എനിക്ക് മറക്കാൻ പറ്റുകയില്ല. ഇത്രയും നന്നായിട്ട് അനൗൺസ് ചെയ്യുന്ന വേറെ ലൂക്കോസ് സാറും നന്നായിട്ട് അനൗൺസ് ചെയ്യും കേട്ടോ. ലൂക്കോസ് സാറിൻ്റെ അനൗൺസ്മെൻറ്റ് വളരെ നല്ല അനൗൺസ്മെൻറ്റാണ്. അന്നത്തെ കുട്ടികളുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഠിക്കാത്ത കുട്ടിയാണെങ്കിലും ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കഴിവുണ്ടാവില്ല. ചിലർ പഠിക്കും, ചിലർ നന്നായിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ പഠിക്കാത്ത കുട്ടികളെയാണ്. അപ്പോൾ അത് കാരണം അവരെ വഴക്ക് പറയുകയും ഇടയ്ക്ക് തല്ലുകയും ഇമ്പോസിഷൻ എഴുതിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട്, നമ്മൾ അന്നൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി അത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, അതായത് ഈ കരരൂപങ്ങൾ പഠിപ്പിക്കുമ്പോൾ, സോളിഡ്സ് പഠിപ്പിക്കുമ്പോൾ സിലിണ്ടറിനാണ് ഏറ്റവും കുറവ് ഉപരിതല വിസ്തീർണം, സർഫസ് ഏരിയ ആൻഡ് മാക്സിമം വോളിയം ആൻഡ് മിനിമം സർഫസ് ഏരിയ ഉള്ള ഒരു ഓബ്ജക്റ്റ് സിലിണ്ടറാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മുടെ ലേക്കിൻ്റെ അവിടെയുള്ള പമ്പ് ഹൗസ് ഉണ്ടല്ലോ, പമ്പ് ഹൗസിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് സിലിണ്ടറിക്കലാണ് സാർ, സിലിണ്ടറിക്കലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉള്ളിൽ അതിന് വ്യാപ്തം ഉണ്ടാവും. അതിന് ഉള്ളിൽ നിങ്ങൾ അകത്ത് കയറി നോക്ക്, അപ്പോൾ അറിയാൻ പറ്റും എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ കുട്ടികളെല്ലാം കൂടെ ജാതിയായിട്ട് അവിടെ പോയി അതിനകത്ത് കയറുന്നോ, എന്നിട്ട് തിരിച്ച് ഉച്ചയ്ക്ക് വന്നിട്ട് സാറ് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുകയാണ് സർഫസ് ഏരിയ മിനിമം വോളിയം മാക്സിമം. സർഫസ് ഏരിയ മിനിമം വോളിയം മാക്സിമം അതായത് എഴുതിയെടുക്കും. അല്ലാതെ അതിനെക്കുറിച്ച് പഠിക്കണമെന്നോ അല്ലെങ്കിൽ അന്വേഷിക്കണമെന്നുള്ള യാതൊരു താല്പര്യവും ഇന്ന് പല പിള്ളേർക്കും നമ്മൾ കാണാറില്ല. ചില കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞ തമാശയൊക്കെ പിന്നെയും നമ്മൾ വരും. ഇന്നാൾ ഒരു കുട്ടി വന്ന് പറഞ്ഞു, സാറ് പറഞ്ഞ ആ തമാശ ഞാൻ പലയിടത്തും ഉപയോഗിക്കാറുണ്ട് എന്ന് പറയും. അത് നമ്മൾ തമാശ എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പോൾ അവരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ തമാശ ആയിരിക്കും. പക്ഷെ സാർ അന്നാ പറഞ്ഞ തമാശ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയും. ശരിക്കും 2004 സ്കൂള് നിർത്തി ഞാനൊക്കെ VRS എടുത്ത് പോരുമ്പോൾ എൻ്റെ മോള് 9ാം ക്ലാസ്സിലും മോൻ 3ാം ക്ലാസ്സിലും പഠിക്കുക. എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വല്ലാത്തൊരു ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇന്നത്തെക്കാലൊക്കെ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അത് ഓർക്കം ചെയ്യാൻ പറ്റി. ഞാൻ വേറെ ചെറിയ സ്കൂളുകളൊക്കെ പഠിപ്പിച്ച് ചെറിയ ശമ്പളത്തിലാണെങ്കിലും ജീവിച്ചു പോന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ആ സ്കൂൾ 1-2 കൊല്ലമൊക്കെ അങ്ങനെ നടന്നു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിലേക്ക് പോകാൻ തോന്നുമായിരുന്നു. ആ വഴിക്കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അതിലേക്ക് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആ സ്കൂൾ അവിടെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി. അത് സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഏത്
സ്കൂളിലെ ലൈബ്രറിയേക്കാളും മനോഹരവും മെച്ചപ്പെട്ടതുമായ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. ലൈബ്രറിയൻ ഞാൻ ആദ്യം പറഞ്ഞ സിരീസ് സാറിൻ്റെ ഭാര്യ എലിയാമ്മ ടീച്ചർ കുട്ടികളെ നോക്കണ പോലെ പുസ്തകമൊക്കെ നോക്കി ഏത് പുസ്തകം എവിടെ ഇരിക്കണം ടീച്ചറുടെ നമ്മളവിടെ ലൈബ്രറി ടീച്ചർ എനിക്ക് ഇന്ന ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അവിടെ അന്വേഷണം യാതൊരു പരതലുമില്ല. ടീച്ചർ അവിടെ എഴുന്നേക്കുന്നു, ഷെൽഫിൽ ചെല്ലുന്നു, ആ ബുക്ക് മാത്രം എടുക്കുന്നു, നമുക്ക് വരുന്നു. അത്രയ്ക്ക് കഴിവുള്ള ഒരു ലൈബ്രറിയനായിരുന്നു അവർ. അപ്പോൾ ആ ലൈബ്രറി ബുക്കുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നറിയാൻ പാടില്ല. ആ ബുക്കുകളൊക്കെ നല്ല ബുക്കുകൾ എന്ന് വെച്ചപ്പോൾ ഈ മാത്തമാറ്റിക്സിൻ്റെയൊക്കെ അപൂർവങ്ങളായ ഒരു 3-4 ബുക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗണിതശാസ്ത്ര പസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ജില്ലാതല മത്സരങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊക്കെയാണ് ഞാൻ സംഗതികൾ തപ്പിയെടുക്കാറ്. ആ ബുക്കുകളൊക്കെ പോയി നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്നാൾ ഒരു ദിവസം അതിൽ പോയപ്പോൾ ആ ലൈബ്രറി കെട്ടിടം അവിടെ ലൈബ്രറി ഇരുന്ന ഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞ് അവിടെ കിടക്കുക. സത്യത്തിൽ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ എനിക്കൊരു 1-2 മണിക്കൂർ നേരത്തേക്ക് എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. കാരണം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ അവിടെ വെച്ച് ആ സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ആ സ്കൂളില്ലാതാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ അവിടെ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈയിടെ എങ്ങനെ എന്തോ കുറച്ചൊക്കെ നന്നാക്കിയെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഞാൻ അതിലേക്ക് പോകാൻ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ സ്കൂളിൻ്റെ അതിലൊക്കെ പോവുള്ളൂ. കാരണം എനിക്കിത് കാണാനുള്ള കരുത്തില്ല. ആ ക്വാർട്ടേഴ്സുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കെന്തോ ഒരു നമ്മുടെ ആ ലോകം നശിച്ചു പോയി എന്നുള്ളൊരു തോന്നൽ. ഇനി അത് പുനർജീവിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഓർക്കുമ്പോഴുള്ള സങ്കടം, അത് വല്ലാതെ സങ്കടമുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചും കൂടി കാര്യക്ഷമമായ രീതിയിൽ മാനേജ്മെൻറ്റ് ശ്രമിച്ചിരുന്നെങ്കിൽ ആ സ്കൂൾ നിലനിർത്താമായിരുന്നു. അവിടെ പഠിച്ച കുട്ടികൾക്കൊക്കെ തിരിച്ചെപ്പോഴെങ്കിലും വരുമ്പോൾ ഈ നമ്മൾ സ്വന്തം തറവാട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതി ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതില്ല. അത് മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ, അല്ലെങ്കിൽ അന്നത്തെ ഭരണകർത്താക്കളുടെ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശദമായിട്ടൊന്നും അറിയില്ല. ഏതായാലും കുറച്ച് പിടിപ്പുകേട് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ആ സ്കൂൾ നിർത്തിക്കഴിഞ്ഞാലും ഇത്രമാത്രം ഒരു കാര്യങ്ങളായത് അവരുടെ കുട്ടികൾക്ക് ബാധിക്കുന്നവർ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അതൊക്കെ കാലക്രമത്തിൽ ബാധിച്ചപ്പോഴാണ് അവർക്കും അത് മനസ്സിലാകുന്നത്, കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ. കാരണം കുട്ടികൾക്ക് കയറി വരാനായിട്ട് ഇപ്പോൾ ഒരു സ്കൂളില്ല. ഒരധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംതൃപ്തനായിരുന്നത് അമ്പലമേട് സ്കൂളിലെ ആദ്യ വർഷങ്ങളിലാണ്. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100% കിട്ടുന്ന സ്കൂള് എന്നതിനുപരി അവിടെ പഠിപ്പിക്കണമെന്ന് എനിക്ക് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. അത് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ 100% നമ്മൾ പഠിപ്പിച്ചാൽ 100% കിട്ടുക മാത്രമല്ല, ഈ കണക്കിന് കുട്ടികൾക്ക് 100 കിട്ടുന്ന ഒത്തിരി കുട്ടികൾ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പക്ഷേ പലരും പിന്നെ കണക്കിൻ്റെ വഴി കൂടെ തന്നെ പോയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. എങ്കിൽ പോലും ഇപ്പോൾ പ്രീത ചാണ്ടി അല്ലെങ്കിൽ ഡോൺ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണക്കിന് 100 ഉണ്ടെങ്കിൽ അവർ ഡോക്ടർമാരൊക്കെ ആയി മാറുക ചെയ്തേ. എങ്കിലും ആ ഒരു കുട്ടിക്ക് 100 മാർക്ക് കിട്ടി. അന്നൊക്കെ SSLC ബുക്കെന്നാണ് പറയുക. ആ ബുക്കുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഇപ്പോൾ കിട്ടുന്ന ഇപ്പോൾ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം അപ്പോൾ ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ, കുട്ടിയുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു ഭാവമുണ്ട്. സാറ് ഒന്നും പറയുന്നില്ല, ബുക്ക് നമ്മുടെ നേരെ നീട്ടുന്നുള്ളൂ. നമ്മൾ ബുക്ക് മേടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 100 മാർക്കുണ്ട്, അത് കാണിക്കാനാണ് വരുന്നതെന്ന്. കാരണം അതിന് മുമ്പേ തന്നെ നമ്മൾ അറിഞ്ഞു വയ്ക്കും. നമ്മൾ ആഗ്രഹം കൊണ്ട് നമുക്കറിയാം ഓരോ കുട്ടിക്ക് എത്ര കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഓരോ കുട്ടിയും നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനെ കൊണ്ടുപോകുമ്പോൾ സബ് ജില്ലാതലത്തിൽ ജില്ലാതലത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മളിങ്ങനെ ആ കുട്ടിയുടെ പേരൻസിനേക്കാളും ഹൃദയടിപ്പോടുകൂടിയാണ് നമ്മളവിടെ നിൽക്കേണ്ടത്. ഇവൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ട കേൾക്കാനായിട്ട്. നമുക്ക് കേൾക്കേണ്ടത് സബ് ജില്ലാതലത്തിൽ ഫസ്റ്റ് കിട്ടിയെന്നാണ്. എങ്കിലേ അവരെ ജില്ലാതലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു നടന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എനിക്ക് പറ്റിയില്ലെങ്കിലും എൻ്റെ പിറകെ വരുന്നവർക്കും ആ ഒരു സൗകര്യം ഉണ്ടായിപ്പോയി. ഇപ്പോൾ കാരണം ഞാനിപ്പോൾ ഏതായാലും പ്രായമായി റിട്ടയർ ചെയ്തു. പക്ഷേ എൻ്റെ താഴെ വരുന്ന ആളുകളുണ്ടല്ലോ, ഇനി അവർ അധ്യാപകരായിട്ട് വരുന്നവർക്ക് അങ്ങനെ ഒരു സ്കൂളിൻ്റെ ഒരു തണൽ കിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. കാരണം ഇത്രയും പ്രഗത്ഭരായ ഒരു ടീം അധ്യാപകരോട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ കാര്യമായിട്ട്
പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നാണ് പഠിച്ചേക്കുന്നത്. കാരണം ഞാനൊരു ഗ്രാമത്തിൽ, ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ പക്ഷേ ബാക്കി ലോകത്തെക്കുറിച്ച് എനിക്ക് നല്ലൊരു അറിവ് തന്നത് എൻ്റെ സഹപ്രവർത്തകരാണ്. അതിൽ സുരേഷ് സാറൊക്കെ ഉണ്ട് കേട്ടോ. സുരേഷ് സാറൊക്കെ ഇടയ്ക്ക് നമ്മളെ വിളിച്ചിട്ട് പറയും, ഇപ്പം ഇത് മതി, പക്ഷെ അത് മതിയോ? അതേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അത് നേരം ഇപ്പം ഇത് മതി, പക്ഷെ അത് മതിയോ? സാറിങ്ങനെ ചോദിക്കുക. പോട്ടെ. സാറിൻ്റെ എല്ലാ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ പോട്ടെ എന്നല്ല, അതിൻ്റെ അർത്ഥം നമ്മളത് വീണ്ടും ചെയ്യണമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്. പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളത് ഒന്നുകൂടെ പരിശ്രമിച്ച് ശരിയാക്കി എടുക്കണം, എന്ത് കാര്യമായാലും. അതുപോലെ പത്മാവതി ടീച്ചറൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ക്ലാസ്സിൻ്റെ വാതിക്കൽ ബെല്ലടിച്ച് അപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിൻ്റെ വാതിക്കൽ ഇങ്ങനെ കുട്ടികളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചർ ഒരു വടിയായിട്ട് വന്ന് എല്ലാവർക്കും ഓരോ അടി വെച്ച് കൊടുത്തു. കൂട്ടത്തിൽ എനിക്ക് വന്ന് കിട്ടി. അതിപ്പോൾ ആലോചിക്കും, ടീച്ചറാ മുഖം നോക്കിയിട്ടല്ല അടിക്കുക, സാറാണോ കുട്ടി? എനിക്ക് ഒരെണ്ണം കിട്ടി. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. അല്ലാതെ എന്താ ചെയ്യുക? ബെല്ലടിച്ചിട്ട് ക്ലാസ്സിൽ കയറിയില്ല, അത്രേ ഉള്ളൂ. ബെല്ലടിച്ചാൽ അപ്പം തന്നെ ക്ലാസ്സിൽ കയറണം എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ രാധാമണി ടീച്ചർ എന്നൊരു ടീച്ചറുണ്ട്. അപ്പോൾ രാധാമണി ടീച്ചർ ഇങ്ങനെ ഞങ്ങളെ ടൂറിന് പോയൊക്കെ ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പോൾ ടീച്ചറുടെ കൂടെ ഞാനും ഉണ്ട്. ഞങ്ങൾ കുട്ടികൾ ടൂർ പോയപ്പോൾ കന്യാകുമാരിയിൽ കടലിൻ്റെ അവിടെ ഇങ്ങനെ ഇറങ്ങി ഇരിക്കുക. അപ്പോൾ ടീച്ചർ 2 പ്രാവശ്യം പറഞ്ഞ് എല്ലാവരും കയറി വന്ന്. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ ഇങ്ങനെ വന്ന് ചെറിയ വടിയെടുത്ത് ഇങ്ങനെ ടീച്ചർ അടിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലില്ല, തലോടണ പോലെ എല്ലാവർക്കും ഇട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ വേദനയൊന്നും എടുക്കുകയല്ല. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കും കിട്ടിയിട്ടുണ്ട് തന്നെ. അപ്പോൾ അതുപോലത്തെ ടീച്ചേഴ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറയുക. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഇന്നിനി വരാത്ത വിധത്തിൽ പോയി. അതുപോലെ തന്നെ സത്യത്തിൽ ഒരു കാര്യമുണ്ട്, ഈ അമ്പലമേട് ടൗൺഷിപ്പിലെ ആ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിലം പൊത്താൻ പാകത്തിന് അത് ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കാമായിരുന്നു. എന്തോരം ആളുകൾ വാടകയ്ക്ക് കെട്ടിടങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് പരീക്ഷിച്ച് നിർത്തേണ്ടതായിരുന്നു. വലിയൊരു വിഷണറി ആയിട്ടുള്ള ഒരാൾ MKK എന്നായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഈ അമ്പലമേട് എന്നാണ് അമ്പലമേട് FICT എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. 5 ഫേസായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തടാകം തന്നെ പൂത്താൻകെട്ടിൽ നിന്ന് വെള്ളം കനാൽ വഴിയാണ് കൊണ്ടുവന്നത്, പൈപ്പ് ഇട്ടിട്ടല്ല കൊണ്ടുവന്നത്. എന്തിനാ ഈ കനാൽ വഴി കൊണ്ടുവന്നത്? നാട്ടുകാർക്ക് പ്രയോജനപ്പെട്ടോട്ടെന്ന് വിചാരിച്ചാൽ. പൈപ്പ് ഇട്ട് കൊണ്ടുവന്നാൽ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുകയല്ല. ഈ പൂത്താൻകെട്ട് മുതൽ അങ്ങ് അമ്പലമേട് വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഈ കനാലിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്, അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷണറീസ്, അങ്ങനെ ഒരു അതായത് വൈലോപ്പിള്ളി പറഞ്ഞ മാതിരി പൃഥ്വിയിൽ അന്ന് മനുഷ്യൻ നടന്ന പദങ്ങളിൽ ഇപ്പോൾ അധോമുഖ വാമനർ, ഇത്തിരി വട്ടം മാത്രം കൺമവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ, ആ ലെവലിലേക്ക് നമ്മൾ അതപ്പതിച്ച് പോയപ്പോഴാണ് FICT ഇങ്ങനെ ആയിപ്പോയതെന്ന് എൻ്റെ വിശ്വാസം. നമ്മളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണിത്. അല്ലാണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഒരുപക്ഷെ FICT ഈ സ്കൂളും അമ്പലമേട് ടൗൺഷിപ്പും ഒക്കെ ഇന്ന് നിലനിന്ന് പോയിക്കൊണ്ടേനെ. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 83 ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്കൂൾ 2 ഭാഗമായിട്ടാണ് നടന്നിരുന്നത്. ഒരു ക്ലബ്ബ്, നമ്മുടെ റിക്രിയേഷൻ ക്ലബിൻ്റെ അവിടെ LP സ്കൂളുണ്ടായിരുന്നു. ആ LP സ്കൂളിൻ്റെ ചാർജ് വഹിച്ചിരുന്നത് ചാക്കോ നെല്ലുവേലി എന്ന് പറയുന്ന സാറായിരുന്നു. പ്രായമുള്ള മനുഷ്യനാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പള്ളിയിലച്ഛൻ്റെ എല്ലാ സ്വഭാവമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. നല്ല ഇംഗ്ലീഷ് അധ്യാപകനുമായിരുന്നു കേട്ടോ, നല്ല ഇംഗ്ലീഷ് അധ്യാപകനാണ്. പിന്നെ എല്ലാവരോടും വളരെ സ്നേഹമുള്ള കൂട്ടത്തിലാണ്, കുട്ടികളൊക്കെ വളരെ സ്നേഹമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ക്വാർട്ടേഴ്സിലൊക്കെ താമസിച്ചിട്ടുണ്ട് സാറ്. അപ്പം ഞാൻ ഈ അമ്പലമേട് ചെന്ന് ഞാൻ കല്യാണമൊക്കെ കഴിച്ച് എനിക്കൊരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് സ്കൂളിനടുത്തേക്ക് താമസം പറ്റിയത്. അപ്പോൾ കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് അസുഖമൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് അമ്പലമേട് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ സ്കൂളിന് അടുത്തേക്ക് ക്ലിൻറ്റ് റോഡിൽ ഒരു വാടക വീട്ടിലേക്ക് താമസം പറ്റി. അപ്പോൾ താമസം മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്കൂളിൽ ഞാനും കൂടെ മാറുവാണ് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് പലരുമൊക്കെ വന്നു, ഞാൻ താമസം മാറ്റി അന്ന് തന്നെ എല്ലാവരും പലരുമൊക്കെ വന്നു പോയി. ഒരു 6:30-7 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും 6:30 കഴിഞ്ഞു ദേ വരുന്നു ചാക്കോ സാറ്. അപ്പം ചാക്കോ സാറ് വന്നു കഴിഞ്ഞ് വർത്താനമൊക്കെ ഒരു സാറേ ഇന്ന് ഒരു ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചായ എന്നാൽ കട്ടൻ ചായ ആവാന്നൊക്കെ പറഞ്ഞ് കട്ടൻ ചായ കുടിച്ചങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് സാറ് ഒരു പൊതി എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ പൊതി കഴിച്ച് നോക്കിയപ്പോൾ അതിനകത്തൊരു മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ അതിനകത്ത് സാറ് പറഞ്ഞു അത് കുറച്ച് മണ്ണെണ്ണയുണ്ട്, ഇനി എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
സാറിന് പ്രയാസം ഇവിടെ ആദ്യമായിട്ടല്ലേ പിന്നെ സാർ ഇതൊന്നും കരുതിയിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു കരുതൽ ആലോചിച്ച് നോക്കും. നമ്മളങ്ങനെ ഒരു മണ്ണ വിളക്കിനെക്കുറിച്ചോ മെഴുകുതിരിയെക്കുറിച്ചോ അന്നേരം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഏറ്റവും സ്വാഭാവികമായ പരിണാമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കറണ്ട് പോയി രാത്രി. ആ വിളക്ക് കത്തിച്ച് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അതിനുശേഷമാണ് കറണ്ട് വന്നത്. അത് ചാക്കോ സാറിൻ്റെ വീട്ടിൽ ചാക്കോ സാർ റിട്ടയർ ചെയ്ത് പോയതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരും കൂടെ ഒരിക്കൽ പോയിരുന്നു. ആരോഗ്യവാനായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പോയത്, വർത്താനമൊക്കെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തരും സാറ്. ഇംഗ്ലീഷിലെ പ്രോവർബും ഒക്കെ നമുക്ക് പറഞ്ഞിരുന്നു. അതായത് അതിന് എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു, ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാറിനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ സാറ് അല്ലെങ്കിൽ സാറിനെ കുറിച്ച് ദോഷം പറഞ്ഞാൽ സാറ് വിഷമിക്കുകയൊന്നും ചെയ്യരുത്, കാരണം മാങ്ങയുള്ള മാവേലല്ലേ സാർ കണ്ടേറിയുള്ളൂ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ സാറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. സാറിനെ കുറിച്ച് എന്തോ ആരോ എന്തോ പറഞ്ഞതിനെക്കുറിച്ച് സാർ മാങ്ങയുള്ള മാവേലല്ലേ സാർ കല്ലെറിയുള്ളൂ, അത് സാരമില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ, അവിടെയുള്ള എല്ലാ അധ്യാപകരും വളരെ വളരെ പ്രഗത്ഭരായിരുന്നു. ആ ഒരു ടീം വളർത്തിക്കൊണ്ട് വന്ന കുട്ടികളും നല്ല നിലയിൽ ജീവിതത്തിൽ എത്തിയിട്ടുമുണ്ട്. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ഈ സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ഹസീബ് റഹ്മാൻ, ലോകം അറിയപ്പെടുന്ന ഒരു ശസ്ത്രക്രിയ വിദഗ്ധനാണ് അദ്ദേഹം. അമ്പലമേട് സ്കൂളിൻ്റെ സന്താനമാണ്. അതുപോലെ ഇപ്പോൾ സിനിമാടൻ കൃഷ്ണകുമാർ അവിടെ പഠിച്ചതെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ നല്ല നല്ല ഡോക്ടേഴ്സ്, ഡോക്ടർ പ്രീത ചണ്ഡി, ഡോക്ടർ ഡോൺ ആൻ്റണി, അങ്ങനെ ഒത്തിരി ആളുകൾ വേറെ. ഞാൻ ചിലരൊക്കെ പേരെൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. ഞാനിപ്പോൾ പറയാത്ത ഒത്തിരി നല്ല നിലയിൽ ഉള്ള ആളുകൾ വേറെയുണ്ട്. 2004 ശേഷം ഞാൻ അധ്യാപക വൃത്തിയിൽ തന്നെ ഉറച്ചു നിന്നു. കുറച്ചു കാലം MES ഉദ്യോഗമണ്ഡൽ സ്കൂളിൽ ജോലി ചെയ്തു. പിന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 13 വർഷം ജോലി ചെയ്തു. ഇപ്പോൾ ഒരു പോളിടെക്നിക് കോളേജിൽ അറക്കപ്പടി ജയഭാരത് കോളേജ് എന്ന് എൻ്റെ പേര്. ഇവിടെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ താമസിക്കുന്നത് പഴന്തോട്ടത്തെ പുന്നോർക്കോട് എന്നുള്ള സ്ഥലത്താണ്. പഴന്തോട്ടത്തിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പുന്നോർക്കോട്. എനിക്ക് 2 മക്കളാണ്. മകൾ കല്യാണം കഴിഞ്ഞു, നെല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. മകൻ ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. വൈഫും ഞാനും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഇപ്പോഴും അധ്യാപനം എൻ്റെ ഒരു ലഹരി തന്നെയാണ്. എനിക്ക് ആരും സംശയമില്ല. എനിക്ക് എനിക്ക് ആഗ്രഹമുള്ളൊരു ലഹരി എന്ന് പറഞ്ഞാൽ അധ്യാപനം മാത്രമാണ്. അതിൽ ഞാൻ എന്നും ഉറച്ചു നിൽക്കും. എൻ്റെ നാക്ക് വഴങ്ങുന്നത് വരെ.